നമ്മുടെ പ്രധാനമന്ത്രി വേദത്തിൽ പറഞ്ഞിരിക്കുന്ന മൂല്യം മാതൃദേവോ ഭവ. അവരുടെ അമ്മ 100 വയസ്സുവരെ ജീവിച്ച മഹതിയാണ്. ആ അമ്മയെ വണങ്ങി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ ദാസനും മകനുമായി നിന്നതുകൊണ്ട് ശനി പ്രീതിയായി. ശനി പ്രീതിയാവണമെങ്കിൽ നമ്മൾ ഹിന്ദുക്കൾ അച്ഛനമ്മമാരെ, പ്രായമുള്ളവരെ, മുത്തശ്ശന്മാരെ, മുത്തശ്ശിമാരെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്ന പരിപാടി നിർത്തണം. അമ്മമാർ പറഞ്ഞു, ഞങ്ങൾ വി ആർ റെഡി ടു വെയിറ്റ്. വൈ ഷുഡ് ദ സുപ്രീം കോർട്ട് ബി കൺസേൺഡ് അബൌട്ട് ദ ഹിന്ദു റിലിജൻ? അയ്യപ്പന്റെ ശക്തി നോക്കൂ. ഒരൊറ്റ വീട്ടിൽ നിന്ന് പോലും ഒരു യുവതി പോലും ഭക്തരായവർ അവിടേക്ക് പോയില്ല. കേരള സർക്കാർ പിച്ചച്ചട്ടി എടുത്തിരിക്കുകയാണ്. ഒന്നുമില്ല അവിടെ. ഖജനാവ് കാലിയായി. രാജ്യം, കേരള ദേശം മുഴുവൻ പട്ടിണിയിലായി. കേരള ദേശത്തിന് ഒരേ ഒരു ആശ്രയം ശബരിമല തീർത്ഥാടനമാണ്. ആ ആദിത്യ ഹൃദയത്തെ രാവിലെ ഉണർന്ന് ജപിക്കുന്നവർക്ക് യുദ്ധവിജയം. കോടതിയിൽ കേസുണ്ടെങ്കിൽ അതിൽ വ്യവഹാര വിജയം. ശരീരത്തിൽ ಅಗ್ನಿಗಳ ഉണർവ്, ತಳರಾದ ಜೀವಿಕಾನುಳ್ಳ ಶಕ್ತಿ ಎല്ലാം ಆದಿತ್ಯನ್ നൽകും. ಧಾರ್ಮಿಕ ಉಪನ್ಯಾಸಕ್ಕಾಗಿ ನಾವು ಕೇಳಿಕೊಂಡಿರುವುದು ಶ್ರೀಮತಿ ಶಶಿಕಲಾ ಟೀಚರ್ ಅವರನ್ನಾಗಿದ್ದರೂ ಅವರ ಅನುಪಸ್ಥಿತಿಯಲ್ಲಿ ನಮಗೆ ಲಭಿಸಿರುವುದು ಶ್ರೀ ವಿದ್ಯಾಸಾಗರ್ ಗುರುಮೂರ್ತಿಯವರು. ಬ್ರಹ್ಮಶ್ರೀ ವಿದ್ಯಾಸಾಗರ್ ಗುರುಮೂರ್ತಿಯವರು ವಿಶ್ವ ಹಿಂದೂ ಪರಿಷತ್ತಿನ ಸ್ಟೇಟ್ ಗವರ್ನಿಂಗ್ ಕೌನ್ಸಿಲ್ ಮೆಂಬರ್ ಆಗಿ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಾ ಯಜುರ್ವೇದಿಗಳಾಗಿ ಕೊಲ್ಲೂರಿನಲ್ಲಿ ಸೇವೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದಾರೆ. ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದಂತ ಅವರಿಗೆ ಪ್ರೀತಿಪೂರ್ವಕವಾದ ಭಕ್ತಿ ಪ್ರಣಾಮಗಳೊಂದಿಗೆ ಧಾರ್ಮಿಕ ಉಪನ್ಯಾಸವನ್ನು ನಡೆಸಿಕೊಡ್ಬೇಕು ಅಂತೇಳಿ ಅವರಲ್ಲಿ ವಿನಂತಿಸಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಓಂ ಸದಾಶಿವಸಮಾರಂಭಾಂ ಶಂಕರಾಚಾರ್ಯ ಮಧ್ಯಮಾಂ ಅಸ್ಮದಾಚಾರ್ಯ ಪರ್ಯಂತಾಂ ವಂದೇ ಗುರುಪರಂಪರಾಂ. ಶ್ರುತಿಸ್ಮೃತಿಪುರಾಣಾನಾಮಾಲಯಂ ಕರುಣಾಲಯಂ ನಮಾಮಿ ಭಗವತ್ಪಾದಶಂಕರಂ ಲೋಕಶಂಕರಂ. ಜಯ ಜಯ ಶಂಕರ ಹರ ಹರ ಶಂಕರ, ಜಯ ಜಯ ಶಂಕರ ಹರ ಹರ ಶಂಕರ, ಜಯ ಜಯ ಶಂಕರ ಹರ ಹರ ಶಂಕರ. ಓಂ ನಮೋ ಭಗವತೆ ಶ್ರೀರಮಣಾಯ, ಓಂ ನಮೋ ಭಗವತೆ ನಿತ್ಯಾನಂದಾಯ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരങ്ങൾ. ഇപ്പം എന്തായാലും ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ മഹിമ കൊണ്ട് അറിയപ്പെടുന്ന ഇടമാണ് കേരളം. കേരളം എന്ന ദേശം തന്നെ അറിയപ്പെടുന്നത് ശബരിമലയിലെ ശ്രീ ധർമ്മശാസ്താവിൻ്റെ മൂർത്തി അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. സത്യത്തിൽ ഞാൻ കുറേയൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ശബരിമല നിൽക്കുന്ന ഭാഗം തമിഴ്നാടിനോ കർണാടകയ്ക്കോ കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിചാരിക്കാറുണ്ട്. കാരണം കർണാടകയിലെ ഭക്തന്മാർ വ്രതമെടുത്ത് നടന്ന് ശബരിമലയ്ക്ക് പോകുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വ്രതമെടുത്ത് നടന്നു വരുന്നു. കേരളത്തിലെ ആൾക്കാർ തലേന്ന് മാലയിട്ട് പിറ്റേന്ന് പോകുന്നു. ആചാരം വളരെ കുറവായിട്ട് കേരളത്തിൽ വരുന്നു. അയ്യപ്പൻ അതുകൊണ്ട് 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു, യുവതികൾക്കും കയറാം. അപ്പോൾ നമ്മുടെ അമ്മമാർ പറഞ്ഞു, ഞങ്ങൾ വി ആർ റെഡി ടു വെയിറ്റ്. വൈ ഷുഡ് ദ സുപ്രീം കോർട്ട് ബി കൺസേൺഡ് അബൌട്ട് ദ ഹിന്ദു റിലിജൻ? ഞങ്ങൾ തയ്യാറാണ്, വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ക്ഷമയുണ്ട്. 10 വയസ്സ് വരെ ഞങ്ങൾ പോയിട്ട് പിന്നെ ഞങ്ങൾ 50 വർഷം വയസ്സിന് അനന്തരം പോയിക്കൊള്ളാം. എന്തിനാണ് സുപ്രീം കോടതിയിൽ ഇടപെടുന്നത് എന്ന് നമ്മുടെ അമ്മമാർ ചോദിച്ചു. അങ്ങനെ പന്തളത്ത്, അയ്യപ്പൻ ജനിച്ച സ്ഥലത്ത് പന്തളത്ത് 50,000 പേര് പ്രകടനം നടത്തി നമ്മൾ 2018. എന്തിനാണ് നടത്തിയത്? നമ്മുടെ ശക്തി തെളിയിക്കാൻ. അമ്മമാർക്ക്, നമ്മുടെ കുഞ്ഞുമക്കൾക്ക്, അനുജന്മാർക്കെല്ലാം അയ്യപ്പൻ്റെ ഇഷ്ടം, അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ അയ്യപ്പൻ എന്താഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് മാത്രം മതി, കോടതി പറയുന്ന പോലല്ല എന്ന് പറഞ്ഞ് നമ്മളിലെ യുവതികളാരും തന്നെ ഒരു വീട്ടിൽ നിന്ന് പോലും, അയ്യപ്പൻ്റെ ശക്തി നോക്കൂ, ഒരൊറ്റ വീട്ടിൽ നിന്ന് പോലും ഒരു യുവതി പോലും ഭക്തരായവർ അവിടേക്ക് പോയില്ല. പോയതാരാണ്? ആക്ടിവിസ്റ്റുകൾ പോയി. ആരാണ് ആക്ടിവിസ്റ്റുകൾ? ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മതപരിവർത്തന മാഫിയ ഇളക്കി വിട്ടിട്ട് നമ്മുടെ ശബരിമലയ്ക്ക് വിട്ടു. അവർക്ക് ആർക്കും അയ്യപ്പൻ്റെ അനുഗ്രഹം കിട്ടിയില്ലെന്ന് മാത്രമല്ല, കേരള ദേശം 2 തവണ അതിനുശേഷം പ്രളയം വന്നിട്ട് പലയിടം മുങ്ങിപ്പോയി. ഈ തവണ കേരള സർക്കാർ പിച്ചച്ചട്ടി എടുത്തിരിക്കുകയാണ്. ഒന്നുമില്ല അവിടെ. ഖജനാവ് കാലിയായി. പെൻഷൻ കൊടുത്തില്ല. വാർദ്ധക്യ പെൻഷൻ 6 മാസം കൊടുത്തില്ല. കഷ്ടപ്പെട്ട് എല്ലാം ധൂർത്തടിച്ച് സുഖമായി മന്ത്രിമാരും മുഖ്യമന്ത്രി സുഖമായി ജീവിച്ചു. ബാക്കി വാർദ്ധക്യ പെൻഷൻ, വിധവകൾ കൊടുക്കുന്ന പെൻഷൻ പോലും കൊടുക്കാതെ, KSRTC ഡ്രൈവർമാർക്ക് പെൻഷൻ കൊടുക്കാതെ, ശമ്പളം കൊടുക്കാതെ
രാജ്യം, കേരള ദേശം മുഴുവൻ പട്ടിണിയിലായി. കേരള ദേശത്തിന് ഒരേ ഒരു ആശ്രയം ശബരിമല തീർത്ഥാടനമാണ്. അത് ആരുടെ പണമാണ്? കർണാടക മക്കൾ, ആന്ധ്ര മക്കൾ, തമിഴ്നാട് മക്കൾ, അവർ കൊടുക്കുന്ന പണം. കേരളം പൂർണ്ണമായും അപകടത്തിലേക്ക് പോയി. കാരണം അധാർമിക പ്രവൃത്തി. അയ്യപ്പൻ ആരാണ്? ധർമ്മശാസ്താവാണ്. ധർമ്മം എന്താണ്? ആചാര്യ ഭഗവത്പാദർ ഭഗവത്ഗീതയുടെ ഉപോദ്ഘാതത്തിൽ പറയുന്നു, ജഗത സ്ഥിതികാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസഹേതു യഹ സ ധർമ്മ. ജഗത്തിന്റെ, പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിലനിൽപ്പിന് കാരണമായതും പ്രാണനുള്ള എല്ലാറ്റിൻ്റെയും ഭൗതികമായ ഐശ്വര്യത്തിൻ്റെയും മോക്ഷത്തിനും കാരണമായിരിക്കുന്ന മൂല്യങ്ങൾ ഏതൊക്കെയാണോ ആ മൂല്യങ്ങളെ ആകെ തുകയാണ് ധർമ്മം. അപ്പോൾ ഏതൊക്കെയാണ്? വീട്ടിൽ രാവിലെ എഴുന്നേറ്റാൽ, ഞാൻ ചെറുപ്പത്തിലൊക്കെ ദേവതകൾ ദർശനം കാണില്ല. ഞാൻ എൻ്റെ അമ്മയെ തേടിപ്പോവും. അമ്മ എവിടെയാണോ, പശുവിൻ്റെ ആലയിലാണ്, അവിടെ പോയി അമ്മയുടെ മുഖം കാണും. അപ്പം മാതൃദേവോഭവ, അതെന്താണ്? ഒരു മൂല്യമാണ്. വേദം തരുന്ന ഒരു മൂല്യം. മാതൃദേവോഭവ, പെറ്റമ്മ എവിടെയുണ്ടോ അവിടെ എല്ലാ ദേവന്മാരും ഉണ്ട്. പിതൃദേവോഭവ, അച്ഛനെ നമസ്കരിക്കണം. ആചാര്യദേവോഭവ, ആചാര്യന്മാരെ, ഗുരുക്കളെ, നമ്മുടെ സന്യാസി പരമ്പരയെ, ശ്രേഷ്ഠമായ ഗുരുപരമ്പരയെ നമസ്കരിക്കണം. അതിഥി ദേവോഭവ, അതിഥി ആരാണ്? തിഥി നോക്കാതെ വന്നു വിശന്ന് വലഞ്ഞ് കയറി വരുന്നവനാണ് അതിഥി. അല്ലാതെ ഫോൺ വിളിച്ചിട്ട് അമ്മായി ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിഥിയല്ല. നമ്മുടെ വീട്ടിൽ വഴി തെറ്റിയിട്ട് വിശന്നിട്ട് അലഞ്ഞിട്ട് വരുന്ന ഒരാൾ, ഭിക്ഷക്കാരനായിട്ട് വരുന്നയാൾ, അല്ലെങ്കിൽ വിശന്ന് കയറി വരുന്നയാൾ, അഭയം തേടി വരുന്നയാൾ, അയാൾ അതിഥിയാണ്. അയാൾക്ക് ആഹാരം കൊടുക്കണം, അയാൾ ദേവനാണ്. ഇങ്ങനെ 4 മൂല്യങ്ങൾ, പ്രധാന മൂല്യങ്ങളാണ്. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിഥിദേവോഭവ. വിശേഷിച്ച് ശബരിമലയ്ക്ക് പോകുമ്പോൾ പിതൃക്കന്മാരുടെ അനുഗ്രഹം വളരെ മുഖ്യമാണ്. കാരണം ശബരിമല അടിസ്ഥാനപരമായി ഒരു ശനിദോഷ നിവാരണ ക്ഷേത്രമാണ്. ശബരിമല is basically a temple that makes it possible for a devotee to come down with. That means ഒരു ഭക്തന് സാറ്റേൺ എന്ന ഗ്രഹത്തിന്റെ, ശനി എന്ന ഗ്രഹത്തിന്റെ ദുഷ്ടഫലങ്ങളെ കുറയ്ക്കാനുള്ള ഉപാധിയാണ് ശബരിമല വ്രതം. A temple that mitigates the power of Saturn over a human being's horoscope. ഒരു മനുഷ്യന്റെ ജാതകത്തിൽ ശനിയുടെ ശക്തി അവൻ്റെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാവും. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായി നിന്നത് ശനി ഉച്ചത്തിൽ. അതിന് മെയിൻ കാരണം എന്താണ്? നമ്മുടെ പ്രധാനമന്ത്രി വേദത്തിൽ പറഞ്ഞിരിക്കുന്ന മൂല്യം മാതൃദേവോഭവ. അവരുടെ അമ്മ 100 വയസ്സുവരെ ജീവിച്ച മഹതിയാണ്. ആ അമ്മയെ വണങ്ങി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ ദാസനും മകനുമായി നിന്നതുകൊണ്ട് ശനി പ്രീതിയായി. ശനി പ്രീതിയാവണമെങ്കിൽ നമ്മൾ ഹിന്ദുക്കൾ അച്ഛനമ്മമാരെ, പ്രായമുള്ളവരെ, മുത്തശ്ശന്മാരെ, മുത്തശ്ശിമാരെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്ന പരിപാടി നിർത്തണം. നമ്മുടെ എല്ലാ കുഴപ്പം ശബരിമലയ്ക്ക് പോകും, ഗുരുവായൂർ പോകും, മൂകാംബിക പോകും. കേരളക്കാർക്ക് ഗുരുവായൂർ അച്ഛൻ്റെ വീടാണെങ്കിൽ മൂകാംബിക അമ്മയുടെ വീടാണ്. നമ്മുടെ കേരള നമ്പൂതിരി സമുദായം പറയും അമ്മാത്ത് എന്ന് പറയും, അമ്മയുടെ വീട്. ഇല്ലം അച്ഛൻ്റെ വീട്. ഇല്ലം ഗുരുവായൂരാണെങ്കിൽ അമ്മാത്ത് മൂകാംബികയാണ്. ഇപ്പം നിങ്ങൾ മൂകാംബിക പോയി നോക്കൂ, അവിടെ നിൽക്കുന്ന 90% മലയാളികളാണ്. ഈ മൂകാംബിക അമ്മ എല്ലാം വാരിക്കോരി കൊടുക്കും, ജാസ്തി കൊടുക്കും. ഇത് യാതൊരു പിശുക്കുമില്ല, അമ്മയാണ്. സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധിക്കേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോ സാക്ഷാത് നാരായണി. ആ അമ്മ എല്ലാം വാരി വാരി കൊടുക്കും. അയ്യപ്പൻ, ഗുരുവായൂരപ്പൻ അപ്പന്മാരാണ്, പിതൃസ്ഥാനീയരാണ്. അവർ അളന്നേ കൊടുക്കും. നിങ്ങൾ ടൂർ പോകണം, എവിടേക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ നേരത്ത് 500 രൂപ വേണമെന്ന് വിചാരിക്കുക. അച്ഛനടുത്ത് പറഞ്ഞ അച്ഛൻ പറയും എന്തിനാ 500, 400 പോരെ? അത് അച്ഛൻ്റെ മഹത്വം. അച്ഛൻ അത് അളന്നേ കൊടുക്കും. അമ്മ എന്ത് ചെയ്യും? പാവം, വഴിയിൽ എന്തെങ്കിലും കഴിച്ചോട്ടെ, പഴം വാങ്ങി കഴിച്ചോട്ടെ, ജ്യൂസ് കുടിച്ചോട്ടെ, അമ്മ 600 രൂപ കൊടുക്കും. ഇത് വ്യത്യാസം. മാതൃദേവികളെല്ലാം
വാരിക്കോരി കൊടുക്കുന്നവരാണ്. ആ പിതൃദേവന്മാരെല്ലാം അളന്നളന്ന് കൊടുക്കുക. അത് ഒരു വ്യത്യാസം. മഹാദേവൻ ശ്രീ പരമേശ്വരൻ ആർക്കും അളവില്ലാതെ കൊടുക്കുക, അവർക്കൊന്നും വേണ്ട. ശ്രീ പരമേശ്വരൻ ഒന്നും വേണ്ട. എന്തുകൊണ്ട് അങ്ങനെ ആയി? ശ്രീ പരമേശ്വരൻ സാക്ഷാത് വൈരാഗി. ഈ പ്രപഞ്ചത്ത് ഒന്നും അദ്ദേഹത്തെ ആകർഷിക്കുന്നില്ല, എല്ലാത്തിൻ്റെ ഉടമയാണ്. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ, എനിക്ക് 100 ഏക്കർ പറമ്പുണ്ടെന്ന് വിചാരിക്കുക. ഏതോ മൂലയിൽ നിന്ന് ആരോ കുറച്ച് തേങ്ങ ഇട്ട് കൊണ്ടുപോയാൽ എനിക്ക് പ്രശ്നമില്ല, 100 ഏക്കർ ഉണ്ടല്ലോ. അതുമാതിരി പ്രപഞ്ചം മുഴുവൻ മഹാദേവന്റെയാണ്. മഹാദേവനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അതേ എല്ലാം കൊടുക്കുന്നു. ഇനി ലളിതാ ത്രിശതിയിലൊരു മന്ത്രമുണ്ട്, ലളിതാ അഷ്ടോത്തരത്തിൽ ചന്ദ്രശേഖര ഭക്താർത്തി ഭഞ്ജനായേ നമ. ചന്ദ്രശേഖരന്റെ ഭക്തന്മാർക്ക് വിഷമം ഉണ്ടാവാതെ നോക്കുന്നതും അമ്പാളാണ്. ശിവഭക്തന്മാർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നത് സാക്ഷാൽ അംബികയാണ്. പക്ഷെ അയ്യപ്പനടുത്ത് നടക്കില്ല. അയ്യപ്പനടുത്ത് പ്രീതി കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ വേദം പറഞ്ഞതുപോലെ ദേവന്മാരായി കണക്കാക്കണം. അപ്പോൾ ഒരാൾ എന്നോട് പറയാണ്, ശരിയാണ്, അവർ ദേവന്മാരും ഞങ്ങൾ മക്കൾ അസുരന്മാരുമാണെന്ന്. എപ്പോഴും ചണ്ട. ഹിന്ദു ഗൃഹങ്ങൾ എന്തുകൊണ്ട് നന്നാവുന്നില്ല? എന്തുകൊണ്ട് ഹിന്ദുക്കളുടെ ധാർമ്മിക സ്ഥാപനങ്ങൾ വല്ലാതെ വളരുന്നില്ല? എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഐക്യമുണ്ടാവുന്നില്ല? ഒരേ കാരണം എന്താണ്? പിതൃദോഷം. അച്ഛനമ്മമാർ, മുത്തശ്ശന്മാർ, മുത്തശ്ശിമാർ, ഇവരെയൊക്കെ നമ്മളൊരു ഭാരമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിരുന്നു. ഒരു സ്കൂൾ ടീച്ചർ, അവർ ഹൈസ്കൂൾ ടീച്ചറാണ്, ഇംഗ്ലീഷ് ടീച്ചറാണ്. അവരുടെ ഭർത്താവിൻ്റെ അമ്മ, അവർക്ക് 80 വയസ്സ് മേലെയുണ്ട്, അവരെ ചവിട്ടി താഴെ ഇടുന്നു. കണ്ടോ നിങ്ങളത്? കണ്ടോ? അത്ര ക്രൂരം ഹിന്ദുക്കളാണ്. നമ്മുടെ അടിസ്ഥാന ധാർമ്മിക മൂല്യം എന്താണ്? മാതൃദേവോഭവ. ഇവിടെ എന്താണ്? അത് പറഞ്ഞിട്ട് ഒരു ചവിട്ട്. അങ്ങനെ മാതൃദേവിയെ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ അമ്മയെ ചവിട്ടിയിട്ട് പോയി മൂകാംബികയിൽ പോയാൽ മൂകാംബിക പ്രസാദിക്കുമോ? മൂകാംബിക പ്രസാദിച്ചാലും പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ദൊഡപ്പം, ഒരു വീരഭദ്രസ്വാമി, അവർ പിടിക്കും. മൂകാംബിക പ്രസാദിച്ചാലും ആ വടക്കേ നടയിലൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ ഗോപാലകൃഷ്ണ സ്വാമിയുണ്ട്, തൊട്ടപ്പുറത്ത് വീരഭദ്രസ്വാമിയുണ്ട്, അവർ പിടിക്കും. അപ്പം നമ്മുടെ പിതൃ സേവ, നമ്മുടെ അച്ഛനമ്മമാരുടെ സേവ പരമപ്രധാനമാണ്. മിക്ക ഹിന്ദു കുടുംബങ്ങളിലും കുടുംബാംഗങ്ങൾ തമ്മിലാണ് കലഹം. ഏട്ടൻ അനിയനെതിരെ കേസ് കൊടുക്കുന്നു, അനിയൻ ഏട്ടനെതിരെ കേസ് കൊടുക്കുന്നു, കുടുംബം മുഴുവൻ കലഹം കേസാണ്. ഇത് മാറാതെ നമുക്ക് യാതൊരു ഉയർച്ചയും ഉണ്ടാവില്ല. ഫസ്റ്റ് സെറ്റ് യുവർ ഹോം റൈറ്റ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, നമ്മുടെ വീട് ആദ്യം ശരിയാക്കുക, എന്നിട്ട് നാട് നന്നാക്കുക. നമ്മുടെ വീട് ആദ്യം ശരിയാക്കണം. നമ്മുടെ വീട്ടിൽ ധാർമ്മികമായ മൂല്യങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ടോ? അമ്മയെ എങ്ങനെ കാണുന്നു, അച്ഛനെ എങ്ങനെ കാണുന്നു, അമ്മാവനെ എങ്ങനെ കാണുന്നു, ഇതെല്ലാം ശ്രദ്ധിക്കണം. 2 നേരം വിളക്ക് തെളിച്ച് നമ്മൾ വീട്ടിൽ ആചരണം ചെയ്യണം. എന്തിനാണ് വിളക്ക് തെളിക്കുന്നത്? സൂര്യന്റെ ഒരു കഷ്ണമാണ് ഭൂമി. സൂര്യനിൽ നിന്ന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിച്ചു പോകുന്ന ഒരു കഷ്ണമാണ് നമ്മുടെ ഭൂമി. സൂര്യൻ അച്ഛന്റെ സ്ഥാനമാണ്, ഭൂമിക്ക് അമ്മയുടെ സ്ഥാനമാണ്. ഭൂമി ദേവി എന്നാണ് വിളിക്കുന്നത്. സൂര്യൻ ദേവനാണ്. സൂര്യനെ നാരായണനായിട്ടും ശിവനായിട്ടും ഉപാസിക്കാം. സൂര്യൻ അച്ഛനാണ്, താതനാണ്. ഭൂമി നമുക്ക് അമ്മയാണ്. അപ്പൊ നിത്യം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഗുരുക്കന്മാരെ, കുലദേവതയെ സ്മരിച്ചുകൊണ്ട് ഭൂമി ദേവിയെ തൊട്ട് വന്ദിച്ചിട്ട് എന്ത് പറയും? സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. അമ്മേ, അവിടുത്തെ ചവിട്ടി ഞങ്ങൾ നടക്കാൻ പോവാണ്, ഈ പാദസ്പർശം ക്ഷമിക്കണേ. പെറ്റമ്മയാണ്. ആദ്യം ഭൂമി ദേവിയെ തൊട്ട് വന്ദിക്കണം. എന്നിട്ടോ വീട്ടിൽ പെറ്റമ്മയുണ്ടെങ്കിൽ അവരെ നമസ്കരിക്കണം, മുത്തശ്ശനുണ്ടെങ്കിൽ അവരെ നമസ്കരിക്കണം. അവരുടെ പ്രീതി വളരെ മുഖ്യമാണ്. ഹിന്ദുക്കൾക്കൊരു കാര്യമുണ്ട്, ബാഹ്യമായിട്ട് പ്രകടിപ്പിക്കും നമസ്കരിക്കുന്നതായിട്ട്. അത് സ്വത്ത് എഴുതി തരുന്നവരെയാണ്. എഴുതി തന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയോട് പോയിട്ട് വൃദ്ധസദനത്തിൽ പോയിക്കോളാൻ പറയും. ഇപ്പൊ സ്വത്തിന് വേണ്ടി അച്ഛനമ്മയെ സ്നേഹിച്ചാൽ ഈശ്വരൻ പൊട്ടനല്ല, ഈശ്വരൻ സർവജ്ഞനാണ്. ഈശ്വരൻ അറിയാം ഇവന്റെ സ്നേഹം വ്യാജമോ നിർവ്യാജമോ എന്നറിയാം. അതുകൊണ്ട് നിർവ്യാജമായ സ്നേഹം അച്ഛനമ്മമാരോട് വേണം. നമ്മുടെ അസ്തിത്വത്തിന് കാരണം അവരാണ്. പിന്നെ ഇപ്പൊ നമ്മൾ നോക്കൂ, ഗാന്ധി ഭവൻ ഉണ്ട് കൊല്ലത്ത്. അവിടെ ഗാന്ധി ഭവൻ, അവിടെ എത്ര അച്ഛനമ്മമാര്. പ്രശസ്ത സിനിമാ താരം TP മാധവൻ, വലിയ 300 സിനിമയിൽ അഭിനയിച്ച ആള്, ഇപ്പൊ ആ വൃദ്ധസദനത്തിൽ കിടക്കണം. മക്കളിലെ നോക്കാൻ, ഭാര്യ നോക്കുന്നില്ല, ആരുമില്ല, വയസ്സായി. ആ കഷ്ടകാലം. അപ്പൊ അവരെല്ലാം ഇരുന്ന് ശപിക്കും, അവരുടെ മനസ്സുരുകും. അത് ഹിന്ദു സമാജത്തിന് മൊത്തം ഭവിക്കും. ഇപ്പൊ ഹിന്ദു സമാജത്തിന് കാര്യമായ ശനിദോഷമുണ്ട്. അതിന്റെ കാരണം നമ്മളുടെ പിതൃപൂജകൾ, നമ്മൾ പിതൃക്കന്മാരെ നോക്കുന്നത് വളരെ ഇല്ല. നമുക്ക് നമ്മുടെ ധാർമ്മിക കാര്യങ്ങളിൽ ശ്രദ്ധയില്ല. അപ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ, വീട്ടിലുള്ളവരെ, മുതിർന്നവരെ
വേദനിപ്പിക്കരുത്, അവർക്ക് വേണ്ടത് കൊടുക്കണം, നിർബന്ധമായിട്ടും കൊടുക്കണം. ഇനി ഞാൻ പറഞ്ഞല്ലോ 2 നേരം വിളക്ക് തെളിക്കണം. എന്തിനാണ് ഹിന്ദുക്കൾ വിളക്ക് തെളിക്കുന്നത്? ഒരാൾ കളിയാക്കി പറഞ്ഞു, എന്തിനാണ് ഹിന്ദുക്കൾ ഇങ്ങനെ വിളക്ക് തെളിക്കേണ്ട കാര്യം? ഇപ്പോൾ CFL എന്താ പറയുന്നത്, ബൾബ് LED ബൾബ് വന്നില്ലേ, LED ബൾബ് വന്നു, നമുക്ക് പുതിയ ട്യൂബ് ലൈറ്റ് ഉണ്ട്, എന്തിനാണ് നിങ്ങൾ വിളക്ക് കത്തിക്കുന്നത്? നമ്മൾ ഈ ബൾബിന് പകരമായിട്ടല്ല അന്നും ഇന്നും വിളക്ക് കത്തിക്കുന്നത്. നമ്മൾ വിളക്ക് കത്തിക്കുന്നത് നമ്മുടെ അച്ഛൻ സൂര്യൻ, നമ്മുടെ എല്ലാ അച്ഛനാണ് സൂര്യൻ. ആ സൂര്യനുള്ള നന്ദി പ്രകടനമാണ്. എന്താ കാര്യം? ആ സൂര്യൻ ഇല്ലെങ്കിൽ ഭൂമിയിൽ ഒരു ജീവനും നിലനിൽക്കുകയില്ല. അതുകൊണ്ട് സൂര്യൻ എന്ന ശബ്ദം, സൂര്യ ശബ്ദത്തിന് ധാത്വർത്ഥം ശൂന്യ പ്രാണിപ്രസവേ എന്നാണ്. പ്രാണികളെ പ്രസവിപ്പിക്കുന്നത് കൊണ്ട് ഇവന്റെ പേര് പ്രസവിതാവ് അല്ലെങ്കിൽ സവിതാവ്. സകല ജീവന്മാരെയും ഭൂമിയിലേക്ക് പ്രസവിക്കാൻ ശക്തി നൽകുന്നതും പ്രസവിച്ച ജീവനോടെ നിലനിർത്തുന്നതും സാക്ഷാൽ പ്രസവിതാവായ സൂര്യനാണ്. അതുകൊണ്ട് അച്ഛൻ്റെ സ്ഥാനമാണ്. നമ്മുടെ വീട്ടിൽ ദേഷ്യം പിടിക്കുമ്പോൾ അമ്മ എന്താ വിളിക്കുക? കാസർഗോഡ് എന്താ വിളിക്കുക എന്ന് എനിക്കറിയില്ല. ദേഷ്യം പിടിച്ചാൽ തള്ള എന്നാ വിളിക്കുക, അല്ലേ? ഇവിടെ അങ്ങനെയാണോ? മിണ്ടാതിരിക്കും തള്ളേ, ഹിന്ദുക്കൾ പറയുന്നതാണ്, ശരിയല്ലേ? തള്ള മിണ്ടാതിരിക്കും. അമ്മയെന്ന് വിളിക്കുന്നപ്പോൾ ആരെങ്കിലും പുറത്തുനിന്നുള്ളവർ വരുമ്പോഴാണ് അമ്മയെന്ന്. അപ്പോൾ അവർക്ക് തോന്നുമല്ലോ ഇവൻ നല്ല മര്യാദക്കാരനാണ്, ഇവൻ നല്ലവനാണെന്ന് തോന്നാൻ വേണ്ടി പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അമ്മയെന്ന് വിളിക്കും. അമ്മ അവർ പോയി കഴിഞ്ഞാൽ തള്ളയെന്ന് വിളിക്കും. സത്യത്തിൽ എന്താണ് ഈ തള്ള എന്ന വാക്കിൻ്റെ അർത്ഥം? ശരീരത്തിൽ 10 വായുക്കളുണ്ട്, 10 പ്രാണന്മാരുണ്ട്. അതിൽ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ, ഗർഭവതി ആയി കഴിഞ്ഞാൽ, അവളുടെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിനെ അവൾ യോനിയിലൂടെ പുറത്തേക്ക് തള്ളുന്നത് പ്രസൂതിക വായുവിൻ്റെ സഹായത്തോടു കൂടിയാണ്. അങ്ങനെ തള്ളി ജീവനെ പുറത്തേക്ക് കളയുന്നത് കൊണ്ടാണ് അവൾക്ക് തള്ള എന്ന പേര് വന്നത്. അപ്പൊ തെറ്റല്ല, വിളിക്കുന്ന തെറ്റല്ല. ഒരാൾ അമ്മയെ അവജ്ഞയോടുകൂടി തള്ളയെന്ന് വിളിച്ചാൽ അവൻ മലർന്നു കിടന്ന് തുപ്പുകയാണ്, എന്നെ ഈ ഭൂമിയിലേക്ക് തള്ളി പറഞ്ഞയച്ചവളേ എന്നാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഒരു പദം കൊണ്ട് പോലും, ഒരു നോട്ടം കൊണ്ട് പോലും പെറ്റമ്മയെ, അച്ഛനെ, മുതിർന്നവരെ ഉപദ്രവിക്കരുത്. കാരണം അവരെല്ലാം പ്രതീകങ്ങളാണ്. ഭൂമി ദേവിയുടെ പ്രതീകമാണ് പെറ്റമ്മ, സൂര്യന്റെ പ്രതീകമാണ് അച്ഛൻ. അതുകൊണ്ട് 2 നേരം നമ്മൾ വിളക്ക് തെളിക്കുന്നത് ഇങ്ങനെ പ്രാണികളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് ജീവിപ്പിക്കുന്നു. 28ാമത്തെ ദിവസം കുഞ്ഞിനെ എടുത്തുകൊണ്ട് വെയിൽ കാണിക്കും, അല്ലേ? ഇല്ല, 28ാം ദിവസം കുട്ടിയെ എടുത്തുകൊണ്ട് മുത്തശ്ശിയോ അമ്മയൊക്കെ പുറത്തു കൊണ്ടുപോയി വെയിൽ കാണിക്കും. എന്തിനാ വെയിൽ കാണിക്കുന്നത്? അത് വേദത്തിൽ, ഋഗ്വേദത്തിൽ മന്ത്രമുണ്ട്. അതായത് കുഞ്ഞിന്റെ ശരീരത്തിന് മേലെ, ത്വക്കിന്റെ മേലെ വരുന്ന രോഗമുണ്ട്, ഹരിമാണം എന്ന് പറയും. ആ രോഗത്തിൽ എന്താണ് പ്രത്യേകത? കുഞ്ഞിന്റെ ശരീരം മഞ്ഞ നിറമായി മാറും, പച്ച കലർന്ന മഞ്ഞ നിറമായി മാറും. അപ്പൊ വേദത്തിലെ പ്രാർത്ഥന എന്താണെന്നറിയോ? ഹേ സൂര്യദേവ, ഈ നിറം എൻ്റെ കുഞ്ഞിന് വേണ്ട, ഇത് ഇവന് ഹൃദ്രോഗത്തെ സൃഷ്ടിക്കും. അതുകൊണ്ട് ഈ പച്ച നിറം അവിടുന്ന് തത്തകൾക്ക് കൊടുത്താലും. ഋഗ്വേദത്തിലെ പ്രാർത്ഥനയാണ്. 28ാം ദിവസം സൂര്യന്റെ വെയിൽ കൊണ്ടാൽ മാത്രമേ ആ നിറം, ആ മഞ്ഞ നിറം പോവുള്ളൂ. നിങ്ങൾ എന്ത് മരുന്ന് തേച്ചിട്ടും കാര്യമില്ല, സൂര്യന്റെ കിരണങ്ങൾ തരുന്ന വിറ്റമിൻ ഡി ശരീരത്തിന് ത്വക്കിലേറ്റില്ലെങ്കിൽ നമ്മുടെ ജീവന് ആരോഗ്യമുണ്ടാവില്ല, പ്രാണന് ശക്തി ഉണ്ടാവില്ല. അപ്പൊ സൂര്യൻ നമുക്ക് അച്ഛനെ പോലെ പ്രാണദാതാവാണ്. ഇപ്പൊ ഇവിടുത്തെ പുല്ലൊക്കെ വെട്ടിച്ചെത്തി ഒരുക്കി പുല്ലൊക്കെ ഒരു സൈഡിലിട്ടു, പിന്നെ കത്തിച്ചു. നമ്മൾ വിചാരിക്കുക പുല്ല് മുഴുവൻ കത്തിച്ചു കളയും, ഒരു പൊടിയിലെല്ലാം ചാരമായി. പിറ്റേന്നൊരു മഴ പെയ്തു, ആദ്യത്തെ സൂര്യകിരണം ഇങ്ങനെ വന്നടിക്കുമ്പോൾ അതിൽ നിന്നൊരു നാമ്പ് പൊന്തി വരുന്നു, മൊട്ട്. അതെങ്ങനെ വന്നു? ഈ ചാരത്തിൽ നിന്ന് എങ്ങനെ ജീവനുണ്ടായി? എല്ലാറ്റിലും ജീവന്റെ കിരണങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ശക്തിയുണ്ട് ആർക്ക്? സൂര്യന്. ആ സൂര്യന്റെ പത്നിയുടെ അല്ലെങ്കിൽ പുത്രിയുടെ, സൂര്യപുത്രിയുടെ സ്ഥാനം അല്ലെങ്കിൽ പത്നിയുടെ സ്ഥാനമാണ് വസുധയ്ക്ക്, അതായത് ഭൂമിക്ക്. ഈ ഭൂമിയുടെ ഉള്ളിൽ കോർ എന്ന് പറയുന്ന സ്ഥാനം, ഏറ്റവും ഉള്ളിൽ, അവിടെ എപ്പോഴും തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചൂട്. എവിടുന്ന് വന്ന ചൂടാണിത്? സൂര്യന്റെ ചൂടാണത്. സൂര്യന്റെ അഗ്നി ഹൃദയത്തിൽ വഹിക്കുന്നവളാണ് ഭൂമി. ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കും അഗ്നിയുടെ കണ്ടുപിടുത്തമാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം. അഗ്നിയില്ലെങ്കിൽ പാചകമില്ല, അഗ്നിയില്ലെങ്കിൽ ഒന്നുമില്ല. അഗ്നിയുടെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായതിന് കാരണം സൂര്യനാണ്. കാരണം സൂര്യനിൽ നിന്ന് ഒരു കാലത്ത് പൊട്ടിത്തെറിച്ചു വന്നവരായതുകൊണ്ട് ഈ ജീവജാലങ്ങളുടെ എല്ലാം ഉള്ളിൽ അഗ്നിയുടെ ഒരു അംശമുണ്ട്. അഗ്നിയുടെ അംശം ബോഡിയിലുണ്ടെന്ന തെളിവെന്താ? ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് സദ്യ കഴിച്ചോ? എല്ലാവരും ആഹാരം കഴിച്ചോ? ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല, അതൊക്കെ ദഹിച്ചു പോയി. എങ്ങനെ ദഹിച്ചു പോയി? അകത്ത്, വയറ്റിൻ്റെ അകത്ത്
അഗ്നി കിടക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് വൈശ്വാനരാഗ്നി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞു, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്തോ പചാമ്യന്നം ചതുർവിധം. 4 തരത്തിലുള്ള ആഹാരത്തെയും ഞാൻ വയറ്റിനകത്ത്, സാക്ഷാൽ ഭഗവാൻ നാരായണൻ വയറ്റിനകത്ത് ജഠരാഗ്നിയായിട്ട്, വൈശ്വാനര അഗ്നിയായിട്ട് കിടക്കുന്നു. വിശപ്പിൻ്റെ അഗ്നി. നിങ്ങൾ എന്ത് 4 തരത്തിലുള്ള ഭക്ഷണം കഴിച്ചാലും അത് ദഹിപ്പിച്ചുകൊള്ളൂ. അപ്പോൾ വയറിനകത്ത് കിടക്കുന്ന അഗ്നിയും ഈ ഭൂമിയിലെ അഗ്നിയാണ്. ആ പ്രാണശക്തി നൽകിയത് പ്രാണാപാന സമായുക്ത, പ്രാണൻ അപാനൻ എന്നീ വായുക്കളുടെ സഹായത്തോടു കൂടി ഞാൻ നിങ്ങളുടെ വയറ്റിൽ കഴിച്ചിരിക്കുന്ന എല്ലാ ആഹാരത്തെയും ദഹിപ്പിക്കുന്നു. സോ വയറിനകത്ത് സൂര്യനുണ്ട് ഒരു അംശം. അതാരാണ്? വൈശ്വാനരാഗ്നി. നമ്മളെന്താ പറയുക, വിശന്നിട്ട് വയറ് കത്തുന്നു അല്ലേ? നമ്മളെന്താ, അല്ലാതെ വിശന്നിട്ട് വയറ് തണുക്കുന്നു എന്ന് ആരെയും പറയോ? അയ്യോ എനിക്ക് വിശന്നിട്ട് വയറ് തണുക്കുന്നു എന്ന് ആരെങ്കിലും പറയോ? ഇല്ല, വിശന്നിട്ട് വയറ് കത്തുന്നു. കാരണം ആ അഗ്നി ആരും കൊളുത്താതെ ജന്മനാ ഉള്ളിലുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, അയാളുടെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ ഒന്ന് കുളിമുറിയിൽ തെന്നി വീണു. അപ്പോൾ അയാൾക്ക് ഇടുപ്പിലൊരു ഇഞ്ചുറി വന്നു, സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, ബെഡ് സോർ എന്നൊരു അസുഖമാണ്. കുറേ കാലം ബെഡിൽ കിടന്നാൽ പുറത്തൊക്കെ പൊളിഞ്ഞു വരും. അപ്പോൾ അയാൾക്കൊന്ന് അമൃത ഹോസ്പിറ്റലിൽ കാണിക്കണം, നിങ്ങളൊന്ന് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യാമോ എന്ന് ചോദിച്ചു എന്നെ വിളിച്ചു. ഞാൻ ആ പേഷ്യൻറ്റിനെ കാണാൻ പോയപ്പോൾ അയാൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഇടുപ്പിൻ്റെ അസുഖം എല്ലാം മാറി വന്നു. പക്ഷെ അയാളുടെ കണ്ണിലേക്ക് ഞാൻ നോക്കിയപ്പോൾ കണ്ണിലൊരു തിളക്കക്കുറവ്. അപ്പം ഞാൻ പറഞ്ഞു, 4 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കൂ, എന്നിട്ട് നമുക്ക് അമൃതയിൽ കൊണ്ടുപോവാം. അപ്പോൾ എന്നോട് കൂടുതൽ എന്താ സ്വാമി 4 ദിവസം? ഒരു കാര്യമുണ്ട്, 4 ദിവസം കഴിയട്ടെ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, 4 ദിവസത്തിനപ്പുറം ഈ ജീവൻ നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കണ്ണിലെ അഗ്നി കുറഞ്ഞുപോയി. 4-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് 3 മണിയായപ്പോൾ കോൾ വരുന്നു. എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറയാണ്, അയ്യോ നിങ്ങൾ പറഞ്ഞത് ശരി, അയാൾ ഉച്ചയ്ക്ക് മരിച്ചുപോയി. ഒരു കാരണവുമില്ല. അപ്പോൾ ഒരു മനുഷ്യനെ കണ്ടാൽ ഒരു നല്ല വൈദ്യൻ അവൻ്റെ കണ്ണിൻ്റെ തിളക്കം, അവൻ്റെ നഖങ്ങളുടെ കാന്തി, അവൻ്റെ നാഡിയുടെ ബലം, ഈ 3 കാര്യം കൊണ്ട് ജീവൻ എത്ര നാൾ നിൽക്കുമെന്ന് പറയാൻ പറ്റും. ഇതൊക്കെ നമ്മളിലെ സൂര്യബലമാണ്. നമ്മളിലെ സൂര്യബലം എങ്ങനെ കൂട്ടിയെടുക്കാം? ഈ ശബരിമല മണ്ഡലവ്രത കാലത്ത് എന്തിനാണ് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് മുങ്ങിക്കുളിച്ച് ഭസ്മം ധരിച്ച് ശരണം വിളിച്ചിട്ട് എന്തിനാണ് നഗ്നപാതരായി സ്വാമിമാർ ക്ഷേത്രങ്ങളിൽ പോകുന്നത്? സ്വാമിമാർക്ക് ഇതിനെ അറിയാം. സ്വാമിമാരിൽ ഈ ശബരിമല വ്രതത്തിന് അല്ലാത്ത സമയത്ത് മത്സ്യമാംസാദികൾ കഴിച്ചും ചിലരെങ്കിലും മദ്യപിച്ചൊക്കെ ജീവിക്കുന്നവർക്കറിയാം, ആ കാലഘട്ടത്തെക്കാൾ എത്രയോ മികച്ചതാണ് ഈ മണ്ഡലകാലം. ആരോഗ്യം, സന്തോഷം, ശാന്തി എല്ലാമുള്ള കാലമാണ് മണ്ഡലകാലം. ഈ മണ്ഡലകാലത്തെ പ്രധാനമായും ശരീരത്തിലെ മറ്റൊരു അഗ്നിയെ നമ്മൾ സൂക്ഷിക്കുന്നു. ആ അഗ്നിയുടെ പേരാണ് വീര്യം അഥവാ ശുക്ലം. ശരീരത്തെ സപ്തധാതുക്കളും അഗ്നി തന്നെയാണ്. രക്തവും മജ്ജയും മാംസവും ശുക്ലവും എല്ലാം നമ്മുടെ അഗ്നിയുടെ ഓരോ രൂപങ്ങളാണ്. ചൂടില്ലെങ്കിൽ ചത്തു എന്നർത്ഥം. ശരിയാണോ? ഒരാൾ മരിച്ചു എന്ന് ഉറപ്പ് വരുന്നപ്പോഴാണ് തൊട്ട് നോക്കുമ്പോൾ 10 ദശപ്രാണന്മാരും അവസാനം ധനഞ്ജയൻ എന്ന പ്രാണനും പോയാൽ ശരീരം മരവിച്ച് ഐസ് കട്ട പോലെ ഇരിക്കും. അതിൻ്റെ അർത്ഥം സൂര്യൻ്റെ ചൂട് ശരീരത്തിലൂടെ പല വിധത്തിൽ ഓടുന്നതുകൊണ്ടാണ് നമ്മൾ ജീവനുള്ള മനുഷ്യരായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സൂര്യനോടാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നമ്മുടെ പ്രത്യക്ഷ ദൈവമാണ് സൂര്യൻ. അപ്പോൾ രാവിലെ എന്ത് ചെയ്യണം? സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഉണരണം. ഇവിടെ എത്ര മക്കൾ അങ്ങനെ എണീക്കുന്നുണ്ട്? മോൾ എണീക്കോ? രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കോ? ഇല്ല. സൂര്യന് വേണ്ടി പൃഷ്ഠ നമസ്കാരം ചെയ്യുന്നവരാണ് മലയാളികൾ. എന്താണ് സൂര്യൻ ഉദിക്കുമ്പോൾ ബാക്ക് കാണിച്ചു കൊടുക്കുക, ചുരുണ്ട് കടന്നിട്ട് അധോ നമസ്കാരം, തുടയുടെ ഇടയിൽ കൈ വെച്ചിട്ട് ഉറങ്ങുക. ശരിയല്ലേ? ഏറ്റവും വലിയ പാപം, ആരോഗ്യം നശിക്കാൻ, ഹൃദ്രോഗം വർദ്ധിക്കാൻ ഏറ്റവും വലിയ കാരണം സൂര്യൻ ഉദിച്ച ശേഷവും ഉറങ്ങുന്നതാണ്. മനസ്സിലായോ? ആരോഗ്യം നശിച്ചു പോവും, കണ്ണിൻ്റെ തിളക്കം പോയി പോവും, ധാതുക്കളുടെ ശക്തി കുറഞ്ഞു പോവും. അത് ഇന്ന് എല്ലായിടത്തും വന്ധ്യതാ ക്ലിനിക്കാണ്. കാരണം ശുക്ലത്തിന് വീര്യമില്ല, ശുക്ലത്തിൻ്റെ അഗ്നി കെട്ടുപോയി. അതിൻ്റെ കാരണം 6 മണിക്ക് ശേഷം ഉറങ്ങുന്നു. പുലർച്ചെ 2 മണിക്കാണ് കിടക്കുന്നത്, അപ്പോൾ അവൻ 8 മണിക്കും 10 മണിക്കും എഴുന്നേൽക്കുള്ളൂ. അങ്ങനെയുള്ള ആളുടെ ജീവിതത്തിൽ ഐശ്വര്യലക്ഷ്മി ഇറങ്ങിപ്പോകുന്നു. നമ്മുടെ പണ്ട് പറയും 6 മണിയാവുമ്പോഴേക്ക് കുളിച്ചു കഴിഞ്ഞ് വിളക്ക് തെളിക്കണം, കാരണം ലക്ഷ്മി ദേവി വരുന്നു എന്ന് പറയും, സൂര്യദേവൻ വരുന്നു എന്ന് പറയും. ഈ 2 പേരെയും നമ്മൾ വെൽക്കം ചെയ്യണം രാവിലെ കുളി കഴിഞ്ഞിട്ട്.
അങ്ങനെയുള്ള കുടുംബത്തിൽ ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാവും, കലഹം ഉണ്ടാവുകയുമില്ല. അങ്ങനെ ചെയ്യണം എല്ലാ മണ്ഡലകാലത്ത് മാത്രമല്ല, എല്ലാ ദിവസവും 2 നേരം വിളക്ക് തരിക. ബിക്കോസ് ഇറ്റ് ഇസ് എ ടോക്കൺ ഓഫ് അവർ റെസ്പെക്ട്, എ ടോക്കൺ ഓഫ് അവർ ലവ്, എ ടോക്കൺ ഓഫ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ലോർഡ് സൺ. സൂര്യനാരായണനുള്ള ഒരു കൃതജ്ഞത, നന്ദിയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. സൂര്യന് നന്ദി പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റണം. അപ്പോൾ മാത്രമേ ഹിന്ദു ആവുള്ളൂ. അല്ലാതെ 8:30 വരെ കിടന്നുറങ്ങി 9 മണിക്ക് കുറി വരച്ചിട്ട് വന്നാൽ ഹിന്ദു ആവില്ല. ഹിന്ദു ആവണമെങ്കിൽ സൂര്യനാരായണനെ ആദ്യം തന്നെ വെൽക്കം ചെയ്യാൻ, സ്വാഗതം ചെയ്യണം. നേരത്തെ 6 മണിക്ക് തന്നെ കുളി കഴിഞ്ഞ് റെഡിയായി നിൽക്കണം, വിളക്ക് തെളിക്കണം. എന്തിനാണ് വിളക്ക് തെളിക്കുന്നത്? സൂര്യദേവ, അങ്ങു തന്ന അഗ്നി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ശരീരവും എൻ്റെ അച്ഛൻ്റെ ശരീരവും ഞങ്ങളുടെ പൂർവികരുടെ ശരീരവും നിലനിൽക്കുമായിരുന്നില്ല. എന്തിനേറെ ഈ ഭൂമി ദേവി പോലും ഞങ്ങൾക്ക് വേണ്ടി പരുവപ്പെട്ട് നിൽക്കുമായിരുന്നില്ല. ഇതിനെല്ലാം കാരണക്കാരനായ സൂര്യദേവ, അങ്ങേക്ക് ഞങ്ങൾ അങ്ങ് വരുന്നതിന് മുമ്പേ ഉണർന്ന് സ്വീകരണം നൽകുന്നു. അതിനാണ് ഗായത്രി മന്ത്രം. ഭൂർഭുവസ്വത്തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഗായത്രി അതിനാണ് ജപിക്കുന്നത്. എന്താ കാര്യം? സൂര്യനുള്ള പ്രാർത്ഥനയാണ്. ആരോഗ്യവും ബുദ്ധിയും. ഇപ്പം ഞാനത് പെരുമ പറയല്ല, ബ്രാഹ്മണ സമുദായത്തിൽ പെട്ട ഗായത്രി ജപം ചെയ്യുന്ന, സഹസ്രാവർത്തി ചെയ്യുന്ന ഒരൊറ്റ കുട്ടി പോലും ബുദ്ധിയില്ലാത്തതായില്ല. അതിന് കാരണം ബുദ്ധിയെ ദ്യോതിപ്പിക്കുന്ന ഗായത്രി മന്ത്രം പരമ്പരയായി ജപിക്കുന്നുകൊണ്ടാണ്. അതിന് പകരമായി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ആദിത്യഹൃദയം എന്ന സ്തോത്രം. രാമായണത്തിൽ രാവണനോട് യുദ്ധം ചെയ്യുമ്പോൾ പകച്ചുപോയി രാമചന്ദ്രസ്വാമി. കാരണം രാവണൻ ബഹുശാസ്ത്ര പണ്ഡിതൻ, ഉറക്കമില്ലാതെ യുദ്ധം ചെയ്യാൻ കഴിയുന്നവൻ, ലോകൈക വില്ലാളി വീരൻ. അവന്റെ മുമ്പിൽ മനുഷ്യാവതാരമായ രാമൻ ഒരല്പം ആശങ്കപ്പെട്ടുപോയി, എങ്ങനെ ഇവനെ കീഴ്പ്പെടുത്തും? കാരണം ഇവൻ മായായുദ്ധക്കാരനാണ്. സാക്ഷാൽ മഹാദേവനെ പ്രീതിപ്പെടുത്തി എത്രയെത്രയോ അസ്ത്രങ്ങൾ അവൻ വശമാക്കി കഴിഞ്ഞു. അവനെ എങ്ങനെ ഞാൻ പരാജയപ്പെടുത്തും എന്ന വൈതരണിയിൽ നിൽക്കുമ്പോഴാണ് സാക്ഷാൽ ಅಗಸ್ತ್ಯಮುನಿയുടെ ಆಗಮനം. ಅಗಸ್ತ್ಯಮುನಿ എന്ന് പറഞ്ഞാൽ ನಮ್ಮ ಕನ್ನಡ ರಾಷ್ಟ್ರದಲ್ಲಿ ಕಿರಿಮಂಜುನಾಥನು ಅಗಸ್ತ್ಯರು, ಮಂಜುನಾഥൻ ശിവൻ. കിരിമഞ്ജുനാഥൻ ഡോർഫ്, അതായത് ഉയരം കുറഞ്ഞ വാമന ശിവൻ, അതാരാണ്? അഗസ്ത്യരാണ്. ശിവന്റെ ചെറിയ രൂപം തന്നെയാണ് അഗസ്ത്യർ. അഗസ്ത്യർ അവിടെ വന്നിട്ട് പറഞ്ഞു, രാമചന്ദ്രസ്വാമി, ഒട്ടും ഭയപ്പെടണ്ട, സാക്ഷാൽ ആദിത്യനെ സ്തുതിക്കൂ, ആദിത്യ ഹൃദയം ജപിക്കൂ. ആദിത്യ ഹൃദയം ജപിച്ചു, പ്രോക്ഷണം ചെയ്തു, ആചമനം ചെയ്ത് ആദിത്യ ഹൃദയം ജപിച്ചപ്പോൾ രാമചന്ദ്രസ്വാമിക്ക് ശരീരത്തിലെ അഗ്നിയെല്ലാം ഉണർന്നു വരികയും രാവണനെ ചുട്ടരിക്കാനുള്ള ശക്തി ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് പണ്ട് മുതലേ പറയും, അബ്രാഹ്മണരുടെ ഗായത്രിയാണ് ആദിത്യ ഹൃദയം എന്ന് പറയും. ബ്രാഹ്മണർക്ക് ഈ നിജത് ഗായത്രി മന്ത്രം, അബ്രാഹ്മണരായ ഹിന്ദുക്കൾക്ക് ഉള്ള ഗായത്രി മന്ത്രമാണ് ശ്രീരാമചന്ദ്രസ്വാമിക്ക് അഗസ്ത്യർ കൊടുത്തിട്ടുള്ള ആദിത്യ ഹൃദയം. രാമായണത്തിലുണ്ട്, കന്നഡത്തിലുണ്ട്, മലയാളത്തിലെല്ലാം ഉണ്ട്. ആ ആദിത്യ ഹൃദയത്തെ രാവിലെ ഉണർന്ന് ജപിക്കുന്നവർക്ക് യുദ്ധവിജയം, കോടതിയിൽ കേസുണ്ടെങ്കിൽ അതിൽ വ്യവഹാര വിജയം, ശരീരത്തിൽ അഗ്നികളുടെ ഉണർവ്, തളരാതെ ജീവിക്കാനുള്ള ശക്തി എല്ലാം ആദിത്യൻ നൽകും. അപ്പൊ നമ്മൾ അങ്ങനെ ആദിത്യ കേന്ദ്രീകൃതമായ ഒരു സംസ്കാരമാണ് സനാതനധർമ്മം. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുക, ജപിക്കുക, പ്രാർത്ഥിക്കുക. മണ്ഡലകാലത്തെ മാത്രം ഭക്തി പോരാ, സീസണൽ ഭക്തി അപകടമാണ്. ഭക്തി എന്നത് നിത്യസേവയാണ്. യാതൊരു മാറ്റവുമില്ല. എല്ലാ ദിവസവും 2 നേരം വിളക്ക് തെളിച്ച് ആദിത്യ ഹൃദയം ജപിച്ചാൽ നിങ്ങളുടെ അനാരോഗ്യം, രോഗങ്ങൾ, ദുഃഖം എല്ലാം അകലും. യാതൊരു സംശയക്കാര്യത്തിലില്ല. എന്തിനത് പറഞ്ഞത്? നമുക്കുള്ള ഒരു റെസ്പെക്ട്, നമുക്കുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ നന്ദി പ്രകടിപ്പിക്കാനാണ് വിളക്ക് തെളിക്കുന്നത്. എന്തിനുള്ള നന്ദിയാണ്? ഭൂമിയിലേക്ക് അഗ്നി തന്നതിനുള്ള അച്ഛനോട് മക്കൾ കൊടുക്കുന്ന നന്ദിയാണ് വിളക്ക് തെളിക്കൽ. 2 നേരം ചെയ്യാറുണ്ടോ? എവിടെ? ആ നാട്ടുമ്പളേ ഇല്ല എന്നർത്ഥം. 2 നേരം വിളക്ക് തെളിക്കോ? എന്നോട് ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു അമ്മ പറഞ്ഞു, ഞങ്ങൾ വിളക്ക് കത്തിക്കാൻ പോകുന്നത്. ഞാൻ പറയും, മൊത്തത്തിലെടുത്ത് കത്തിക്കല്ലേ, തിരി മാത്രം കത്തിക്കാൻ പറഞ്ഞു. ഹിന്ദുക്കൾ പറയും വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിക്കില്ല, വിളക്ക് തെളിക്കുക. ഒരു തിരി പടിഞ്ഞാട്ടും ഒരു തിരി കിഴക്കോട്ടും. വിശേഷമായ ദിവസമാണെങ്കിൽ 5 തിരിയിട്ട് കത്തിക്കുക. വിശേഷ ദിവസം 5, ഒറ്റ തിരി വേണ്ട. തന്ത്രസമുച്ചയത്തിലുണ്ട് അതിനെപ്പറ്റി. ഒറ്റ തിരി ദാരിദ്ര്യം, 2 തിരി വീട്ടിൽ നല്ലതാണ്, 5 തിരി സർവൈശ്വര്യമാണ്. ഈശ്വര കാര്യത്തിൽ ദാരിദ്ര്യം കാണിക്കാൻ പാടില്ല. ഇത്ര എണ്ണ വേണോ, ഇത്ര തിരി, അത് ചിന്തിക്കരുത്. ഈശ്വരനെല്ലാം സർവാത്മന കൊടുത്താൽ അവിടുന്ന് 1000 ഇരട്ടി ഇങ്ങോട്ട് തരും, 1000 ഇരട്ടി തരും.
ശബരിമലയെ പറ്റി പറഞ്ഞിടത്തേക്ക് തിരിച്ചു വരാം. ശബരിമല ശനിക്ഷേത്രമാണ്. ശബരിമലയിൽ പോയിട്ട് അച്ഛനെ അമ്മ അവഹേളിച്ച് കെട്ടുനിറച്ച് പോയാൽ അവിടെ എത്തിയാൽ ഭാഗ്യം. അയ്യപ്പസ്വാമി കഠിനമായി ശിക്ഷിക്കുന്ന ഉഗ്രദേവതയാണ്. എന്താ ലക്ഷണം? അയ്യപ്പസ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് രുദ്രാഭിഷേകം. ആദ്യത്തെ അഭിഷേകം ജലമല്ല, മറ്റെല്ലാ ദേവതയ്ക്കും ജലാദ്യ ജലാന്തമാണ് പൂജ. അയ്യപ്പന് മാത്രം ആദ്യം ഭസ്മമാണ് അഭിഷേകം. കാരണം അത് സാക്ഷാൽ രുദ്രരൂപനാണ്, രുദ്രസൂനുവാണ് നമ്മുടെ ധർമ്മശാസ്താവ് അയ്യപ്പസ്വാമി. ആ അയ്യപ്പസ്വാമിയുടെ അടുത്ത് നമ്മുടെ വിവരക്കേടൊന്നും കാണിക്കാൻ നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? അച്ഛനമ്മമാരുടെ അനുജ്ഞയോടെ അവരുടെ പ്രീതിയോടെ മാത്രമേ ശബരിമലയ്ക്ക് കെട്ടുനിറയ്ക്കാവൂ. ഗുരുസ്വാമിമാരെ വന്ദിക്കണം, ശ്രദ്ധിക്കണം, വ്രതം കൃത്യമായി എടുക്കണം, എന്നിട്ട് വേണം ശബരിമലയ്ക്ക് പോകാൻ. കാരണം ലോകത്ത് തന്നെ പ്രാർത്ഥിക്കുന്ന മൂർത്തിയും പ്രാർത്ഥിക്കുന്നവനും ഒന്നാണെന്ന് കരുതുന്ന ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ, അത് ശബരിമലയാണ്. ഗുരുവായൂർ പോകുന്നതിനെല്ലാം ഗുരുവായൂരപ്പനാണോ? മൂകാംബിക പോകുന്ന പെണ്ണുങ്ങളെല്ലാം മൂകാംബികമാരാണോ? അല്ല. ശബരിമല പോകുന്ന അയ്യപ്പന്മാരെല്ലാം അയ്യപ്പന്മാരാണ്, സാക്ഷാൽ അയ്യപ്പസ്വാമിയാണ്. അപ്പോൾ സാക്ഷാൽ നമ്മുടെ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇപ്രാവശ്യം 18 മണിക്കൂർ പൂട്ടിയെടുത്ത് ആരെയാണ്? ലക്ഷക്കണക്കിന് അയ്യപ്പനെയാണ്. തെറ്റായ പ്രവൃത്തി. മറ്റ് ക്ഷേത്രത്തിലെ പോലെയല്ല, ഒരു തരത്തിലും വേദനിപ്പിക്കാൻ പാടില്ലാത്ത തീർത്ഥാടകർ ശബരിമല തീർത്ഥാടകരാണ്. കാരണം അവർ സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെയാണ്. മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരും ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പനും തമ്മിൽ ഭേദമേതുമില്ല. അവരെ വേദനിപ്പിച്ച് കുടിക്കാൻ വെള്ളം കൊടുക്കാതെ മൂത്രമൊഴിക്കാൻ പോലും സമ്മതിക്കാതെ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അത് കേരളം ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. മഹാപാപം എന്നേ പറയണ്ടു. കോടിക്കണക്കിന് ഭക്തന്മാരുടെ അയ്യപ്പന്മാരുടെ പണം വാങ്ങിയിട്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യം കൊടുക്കാൻ പറ്റാത്ത സർക്കാരുകൾ ക്ഷേത്രം ഭരിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് ഞാൻ ഭക്തരായ നിങ്ങളോട് പറയുന്നു, എന്നും എപ്പോഴും സർക്കാരിന്റെ അടിമയെ കിടക്കാതെ ശബരിമല അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രമടക്കം സർക്കാരിന്റെ കിരാതഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഭക്തന്മാർ ഭരിക്കുന്ന ഒരു കാലമുണ്ടായാൽ അന്ന് നമ്മൾ ജയിച്ചു. അല്ലെങ്കിൽ ഇതുപോലെയാണ്, ഈ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിലും കർണാടകത്തിൽ നിന്നും നടന്നു പോകുന്ന ഒന്നാന്തരം ഭക്തന്മാരെ പൂട്ടിയിട്ടിട്ട് വെള്ളമില്ല, മൂത്രമൊഴിക്കാൻ പറ്റില്ല. കുഞ്ഞു മാളികപ്പുറം മരിച്ചു. അവിടെ 10 വയസ്സുള്ള മാളികപ്പുറം അയ്യപ്പസ്വാമിയുടെ അവിടെ ഇത്തവണ മരിച്ചു. എല്ലാം ക്ഷേത്രത്തിന് ദോഷമാണ്, എല്ലാം ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിൽ ലോപം വരുത്തും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന നിരീശ്വരവാദികളായ സർക്കാരുകൾ ഒരിക്കലും ഭരിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ട് വേണം ഹിന്ദുക്കൾ ജീവിക്കാൻ. നമുക്കൊരു കുഴപ്പമുണ്ട്, ഇപ്പോൾ ഇത് പറഞ്ഞൊക്കെ കേൾക്കും. അവസാനം ഇലക്ഷന് സമയം വരെ അവർ കുറച്ച് 1/2 കിലോ പഞ്ചസാരയും 1 കിലോ കടലയും തന്നാൽ നമ്മൾ പോയി വോട്ട് ചെയ്യും. അത്ര ഉളുപ്പില്ലാത്തൊരു വർഗമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മുടെ ശ്രദ്ധാമൂർത്തിയെ, നമ്മുടെ ഏറ്റവും പരമ ചൈതന്യമായ അയ്യപ്പസ്വാമിയെ അവഹേളിച്ചാൽ പോലും തൽക്കാലം നമ്മൾ കുറേയൊക്കെ ക്ഷോഭിക്കും. ഇലക്ഷൻ വരുമ്പോൾ കിറ്റിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ഇങ്ങനെ ഒരു വിവരം കെട്ട ജനത ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ പറയുന്ന രാഷ്ട്രീയം തന്നെയാണ് നമ്മുടെ ക്ഷേത്രത്തിനോടോ നമ്മുടെ ക്ഷേത്ര സന്ദേശത്തോടോ നമ്മുടെ ആചാര്യന്മാരോടോ നമ്മുടെ ധർമ്മ സംഹിതകളോടോ യാതൊരു വിലയുമില്ലാതെ പുച്ഛം മാത്രമുള്ളവർ എന്തിനാണ് ക്ഷേത്രം ഭരിക്കുന്നത്? അപ്പോൾ അവരുടെ നോട്ടം മുഴുവൻ എവിടെയാണ്? ഭഗവാനിലല്ല, ഭണ്ഡാരത്തിലാണ്. അതുകൊണ്ട് ഭണ്ഡാരം ഭരിക്കുന്നവരെ നമുക്കിനി വേണ്ടെന്ന് തീരുമാനിക്കാനും കൂടെ നമുക്ക് ശക്തി ഉണ്ടാവണം. അതുകൊണ്ട് പറയുന്നു, ശബരിമല ഒരു പിതൃക്ഷേത്രമാണ്. എന്താണ് കറുപ്പെടുത്തു പോകുന്നതെന്ന് അറിയാമോ? അതിന് പ്രധാനപ്പെട്ട കാരണം, പിതൃക്കൾ മരിച്ചു കഴിഞ്ഞാൽ പിതൃക്കന്മാരുടെ കർമ്മത്തിന് അവർക്ക് തൃപ്തിയേകുന്ന ഒരേ ഒരു വസ്തു തിലഹോമമാണ്. തിലം എന്ന് പറഞ്ഞാൽ എള്ളാണ്, കറുത്ത എള്ള്. ആ തിലഹോമം കഴിക്കുകയാണ് ചെയ്യുക പിതൃക്കൾക്ക് പിതൃലോകത്ത് ശാന്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ആ പിതൃക്കളുടെ ഒരു അനന്തരവൻ അവൻ സ്വയം ഒരു എള്ളുതിരിയായി അയ്യപ്പന് എള്ളുതിരിയായി നീരാജനം കൊടുക്കുകയാണ്. സ്വയം തന്നെ ഒരു എള്ളുതിരിയായി സമർപ്പിക്കുകയാണ്. കറുപ്പെടുത്ത് സ്വയം തന്നെ ഞാൻ എൻ്റെ പിതൃക്കളുടെ മോക്ഷത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിൻ്റെ ശാന്തിക്ക് വേണ്ടി, സകല ഐശ്വര്യങ്ങൾക്കും വേണ്ടി സ്വയം തന്നെ ത്യാഗം ചെയ്തുകൊണ്ട് ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട് ഞാനൊരു എള്ളുതിരിയായി ഭഗവാനെ, ധർമ്മശാസ്താവെ അവിടുത്തേക്ക് സമർപ്പിക്കുന്നു എന്ന സന്ദേശമാണ് ശബരിമല തീർത്ഥാടനത്തിലുള്ളത്. അതുകൊണ്ട് ഇത് പിതൃക്കൾക്ക് മോക്ഷം വരുവാനും പിതൃക്കളിൽ നിന്നുള്ള നമുക്കുള്ള കോപം മാറ്റുവാനും നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യം വരുവാനും വേണ്ടി ചെയ്യുന്ന ഒരു പിതൃക്രിയ തന്നെയാണ് ഈ തീർത്ഥാടനം. അതിൻ്റെ മഹത്വം അത്രയ്ക്ക് വലുതാണ്. അതുകൊണ്ട് ഇവിടെ ഇന്ന് ഞാൻ പോയി നമസ്കരിച്ച് തൊഴുതു. അതിഗംഭീരമായി 18 പടികളും അയ്യപ്പസ്വാമിയും എല്ലാം ഭംഗിയായിട്ട് വെള്ളി ഛായാചിത്രത്തിൽ വെച്ചിട്ടുണ്ട്. വളരെ നന്നായി. പക്ഷെ മനസ്സിലും ഇതുപോലെ ഈ സ്മരണ വേണം. വെറുതെ പോയാൽ
രക്ഷപ്പെടുന്ന ക്ഷേത്രമല്ല. വ്രതം മുടങ്ങാതെ കൃത്യമായി പോയാൽ എല്ലാം അള്ളിത്തരുന്ന ഭഗവാനാണ്. പക്ഷേ വ്രതം മുടങ്ങിയാൽ അതിനനുസരിച്ചുള്ള ഫലവും ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ ദേവതകൾ നിസ്സാരക്കാരല്ല. ഇന്ന് അറ്റ്ലീസ്റ്റ് കേരള സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. അയ്യപ്പനെ കളിയാക്കാനും അയ്യപ്പൻ്റെ അവിടേക്ക് യുവതികളെ കയറ്റാനും നോക്കിയ സർക്കാർ ഇപ്പോൾ പിച്ചച്ചട്ടി എടുത്തിട്ട് തെക്ക് വടക്ക് നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അയ്യപ്പനെ അവഹേളിച്ചാൽ അത് വെറുതെ ആവില്ല. കാരണം അയ്യപ്പൻ്റെ അടുത്ത് പോകുന്ന ഭക്തന്മാർ 10.5 മാറ്റാണ്, 916 ഗോൾഡാണ് ഓരോ അയ്യപ്പനും. കാരണം മറ്റൊരു ക്ഷേത്രത്തിലും ഇതുപോലെ വ്രതമെടുത്ത് ജപിച്ച് കൃത്യമായി ഉണർന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്ന ഒരൊറ്റ ക്ഷേത്രവും ഈ ഭൂമിയിലില്ല. അത് ശബരിമലയിലെ നമ്മുടെ സ്വാമി അയ്യപ്പസ്വാമി മാത്രമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ ജാഗ്രതയോടെ മാത്രം അയ്യപ്പസ്വാമിയുടെ വ്രതം ധരിച്ചു പോവുക. വ്രതം മുടങ്ങിയാൽ നാടിന് ദോഷമാണെന്ന് മനസ്സിലാക്കുക. അയ്യപ്പന്മാരെ ഒരു തരത്തിലും അപമാനിക്കാൻ സമ്മതിക്കരുത്. അയ്യപ്പന്മാരെ ഒരു തരത്തിലും വേദനിപ്പിക്കാൻ സമ്മതിക്കരുത്. അങ്ങനെ വേദനിപ്പിക്കാൻ സമ്മതിച്ചാൽ അത് ഹിന്ദു സമാജത്തിന് മൊത്തം നാണക്കേടാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ഈ മഹനീയമായ ഈ സ്ഥലത്ത് വന്ന് ഇത്തരത്തിൽ അയ്യപ്പന്മാരെ അഭിസംബോധന ചെയ്യാനും മഹാന്മാരായിട്ടുള്ള സന്യാസിമാരുടെ കൂടെ ഇരിക്കാനും ഭാഗ്യം തന്ന സാക്ഷാൽ മൂകാംബികയ്ക്ക് എൻ്റെ ശതകോടി നമസ്കാരങ്ങൾ. എൻ്റെ കുലസ്വാമിയായ വേട്ടക്കരുമകനും സാക്ഷാൽ അയ്യപ്പസ്വാമിക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും സൂര്യനോട് നന്ദിയുള്ളവരായിരിക്കുക. സാക്ഷാൽ സൂര്യൻ നമ്മുടെ അച്ഛനാണെന്ന് കരുതുക, ഭൂമി നമ്മുടെ അമ്മയാണെന്ന് കരുതുക, അതിൻ്റെ പ്രതീകങ്ങളാണ് നമ്മുടെ വീട്ടിലെ അച്ഛനമ്മമാരും മുതിർന്നവരെന്ന് കരുതുക. അവരോട് ബഹുമാനം കാണിക്കുക. നമ്മുടെ ക്ഷേത്ര ദേവതകളോടും അങ്ങേയറ്റം ആചാര മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു ശക്തമായ ഹിന്ദുധർമ്മം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് നിർത്തുന്നു. ഹര നമഃ പാർവതീ പതയേ, ഹര ഹര മഹാദേവ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകീകാന്ത സ്മരണം. ജയ ജയ രാമ രാമ. ಅಯ್ಯಪ್ಪ ವೃತಾಚರಣೆಯ ಮಹತ್ವವನ್ನು ಅತ್ಯಂತ ಮಹತ್ವಪೂರ್ಣವಾಗಿ ವಿವರಿಸಿ ಧಾರ್ಮಿಕ ಉಪನ್ಯಾಸವನ್ನು ಗೈದಿರುವಂಥ ಬ್ರಹ್ಮಶ್ರೀ ವಿದ್ಯಾಸಾಗರ್ ಗುರುಮೂರ್ತಿಯವರಿಗೆ ಭಕ್ತಿ ಸಾಷ್ಟಾಂಗ ಪ್ರಣಾಮಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಇಂದಿನ ಧಾರ್ಮಿಕ ಸಭೆಯಲ್ಲಿ ಉತ್ತಮ ವಾಗ್ವೈಖರಿಯನ್ನು ನಮ್ಮ ಮುಂದಿರಿಸಿದಂಥ ಶ್ರೀ ಬ್ರಹ್ಮಶ್ರೀ ವಿದ್ಯಾಸಾಗರ್ ಗುರುಮೂರ್ತಿಯವರು ಈ ಧಾರ್ಮಿಕ ಸಭೆಯನ್ನು ಸಂಪನ್ನಗೊಳಿಸಿದ್ದಾರೆ. ಮತ್ತೊಮ್ಮೆ ಸೇವಾ ಸಮಿತಿಯ ಪರವಾಗಿ ಹಾಗೂ ಊರ ಪರವೂರ ಭಗವದ್ಭಕ್ತರ ಪರವಾಗಿ ಹೃತ್ಪೂರ್ವಕವಾದ ವಂದನೆ, ಅಭಿನಂದನೆ.